നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഡോക്ടർ സുനിത ചെയ്തത് തെറ്റാണ്. നമ്മൾ കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് കാണണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നല്ല ഡോക്ടേഴ്സും സ്റ്റാഫുമാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിലെ നിലനിൽപ്പ് തന്നെ. തെറ്റുപറ്റുക സ്വാഭാവികമാണ്. അത് തിരുത്താൻ ഒരവസരം കൊടുക്കണമെന്നാണ് എൻ്റെ പക്ഷം. ഈ പ്രശ്നങ്ങളൊന്ന് കെട്ടടങ്ങുന്നതുവരെ ലീവ് എടുക്കുന്നതല്ലേ സാർ നല്ലത്? ലീവ് അല്ല, സസ്പെൻഷനാ വേണ്ടത്. ഇപ്പോൾ നമ്മൾ സുനിതയെ സസ്പെൻഡ് ചെയ്താൽ അത് ഹോസ്പിറ്റലിലെ റെപ്യൂട്ടേഷനെ ബാധിക്കും. പുറത്ത് ബഹളം ഉണ്ടാക്കിയവർ പറഞ്ഞതാണ് ശരിയെന്ന് വരും. നമുക്ക് നാണക്കേടല്ലേ? സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞത് ഞാനാ, അത് പിൻവലിക്കാൻ പറ്റില്ല. അക്ഷര, നീ കുറച്ചുകൂടി കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് കാണും. സുനിതയുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് സുനിത ഈ ഹോസ്പിറ്റലിൽ ചെയ്ത സേവനങ്ങളെ മറക്കാൻ പറ്റും. സസ്പെൻഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയല്ല, ഞാനാ. പേഷ്യൻസിനോടും നമുക്ക് കമ്മിറ്റ്മെന്റ് ഇല്ലേ സാർ? തീർച്ചയായും. എന്തായാലും ആ അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ലീവും സസ്പെൻഷനും ഒന്നും വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സുനിതയോട് മാത്രമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം. ഒരു 2 മിനിറ്റ്. നീ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ നിന്നെ ശിക്ഷിക്കില്ല എന്നൊരു വിശ്വാസം നിന്റെ മനസ്സിലുണ്ടല്ലേ? അതെ, ആ വിശ്വാസമുണ്ട്. നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്? നോ സർ, ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. ചെയ്തതൊക്കെ ഹോസ്പിറ്റലിൽ നല്ലതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ രോഗികളെ പറ്റിച്ച് കിട്ടുന്ന പണമൊന്നും നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ട. ആ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം സർ. സുനിത സർ, മനസ്സിലുള്ളതൊക്കെ അതുപോലെ തന്നെ ഭദ്രമായിരിക്കണം എപ്പോഴും. തീർച്ചയായും സർ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഹലോ, ഹോസ്പിറ്റലിലേക്കാണോ? ആണെങ്കിൽ ആ വാ, ഞാനും അങ്ങോട്ടാ. കേറിക്കോ. വേണ്ട, ഞാൻ ഓട്ടോയ്ക്ക് പോയിക്കോളാം. ദേവിക, നമ്മളെല്ലാം ഒരു കുടുംബമാണ്. ദേവികയുടെ കാര്യത്തില് എനിക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വമുണ്ട്. ഏട്ടൻ സുഖമില്ലാതെ കിടക്കുമ്പോ അനിയത്തിയുടെ കാര്യത്തില് നല്ല ഉത്തരവാദിത്വം എടുക്കുന്നുണ്ടല്ലോ, അത് മതി. അയ്യോ, അത് തെറ്റായി കാണരുത്. അവളൊരു പൊട്ടിപ്പെണ്ണ. ഞാൻ അവളുടെ കുട്ടിക്കളിക്കൊക്കെ കൂട്ടുനിന്ന് കൊടുക്കുന്നതേ ഉള്ളൂ. ആ, അതെനിക്ക് മനസ്സിലായി. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരാളാ നിത്യ. ഭയങ്കര വാശിക്കാരിയാ, അല്ല ഒന്നുമില്ല. അവളെ കാണാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ അന്ന് നിങ്ങളുടെ കാറിനകത്തുനിന്ന് അവൾ ഇറങ്ങി വന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ദേവിക എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. സുധി സാറിനോട് എനിക്ക് ജീവന. ഓഹോ, അത് ശരി. സത്യമാണ് ദേവിക, എന്റെ എല്ലാ ഉയർച്ചയും കാരണം സാറാ. സാറിന്റെ കുടുംബത്തോടുള്ള എന്റെ കടപ്പാട് എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല.
നീ പറഞ്ഞ ശരിയാ. നിത്യ ഒരു പൊട്ടിപ്പെണ്ണ്. അവളെ നിനക്ക് പറഞ്ഞു പറ്റിക്കാൻ കഴിയും. പക്ഷെ എല്ലാരും അത് വിശ്വസിക്കുമെന്ന് വിചാരിക്കണ്ട. സങ്കടമുണ്ട് ദേവിക, ഇങ്ങനെയൊന്നും പറയരുത്. സുധിസാർ ഈ അവസ്ഥ കിടക്കുമ്പോ ദേവിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുന്ന എന്റെ ആഗ്രഹം. എന്റെ ബുദ്ധിമുട്ടൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓട്ടോ വരാൻ ഇനി ഒരുപാട് സമയമെടുക്കും. ദേവിക വണ്ടിയെ കയറ്, നമുക്ക് വണ്ടിയിൽ സംസാരിക്കാം. നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. ദേവികയുടെ ബുദ്ധിമുട്ടും ഇപ്പോഴത്തെ പ്രയാസങ്ങളും ഒക്കെ എനിക്കറിയാം. കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പോലും നിങ്ങൾ ഒരുമിച്ച് താമസിച്ചില്ല. തുറന്നു പറഞ്ഞ ആദ്യരാത്രി പോലും കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് സുധിസാറ് ഈ അവസ്ഥയിലായി. ശരിയല്ലേ? സംസാരിച്ചത് മതി. പാവം എന്റെ സുധിസാറ്. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. ദേവിയേക്കറിയോ, എന്നോട് സുധിസാർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്ത്? എല്ലാം. വഴിതെറ്റിയ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നതിനെ കുറിച്ച്, ദേവികയെ ആദ്യമായി കണ്ടതിനെ കുറിച്ച്, ദേവികയോടുള്ള ഇഷ്ടത്തെ കുറിച്ച്, പിന്നെ കല്യാണം കഴിഞ്ഞ് കാശ്മീരിൽ ഹണിമൂണ് പോകുന്നതിനെ കുറിച്ച്. ഓ, എന്തൊക്കെ മോഹങ്ങളായിരുന്നു. മഞ്ഞ് പെയ്യുന്ന താഴ്വരയിലൂടെ ദേവികയെ ഒരു കൈ കൊണ്ടിങ്ങനെ ചുറ്റിപ്പിടിച്ച് ചൂടും തണുപ്പും പങ്കുവെച്ച് അങ്ങനെ നടക്കണം. ഇതൊക്കെ സുധിസാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കുമോ എന്ത്? ഇത് പൊതുവഴിയാണ്. ഇനി ഈ സംസാരം തുടർന്ന എന്റെ സ്വഭാവം മാറും. അതുകൊണ്ടല്ലേ പറഞ്ഞത് നമുക്ക് കാറിൽ നിന്ന് സംസാരിക്കാം. എന്റെ സുധിസാറിന്റെ ഭാര്യയല്ലേ ദേവിക, എനിക്കങ്ങനെ ഉപേക്ഷിപ്പോവാൻ പറ്റുമോ? ഇതെങ്ങാണോ പറഞ്ഞ സുധിസാർ എന്നോട് ചോദിക്കില്ലേ, നീ എന്താടാ എന്റെ ദേവിയെ കാറി കയറ്റിക്കൊണ്ട് പോവാത്തെന്ന്? ഞാൻ എന്ത് മറുപടി പറയും? മറുപടി ഞാൻ പറഞ്ഞോളാം. ഓക്കെ, സമ്മതിച്ചു. ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം. സുധിസാർ ഇങ്ങനെ കിടപ്പായി പോയെന്ന് കരുതി ദേവിക ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ദേവികയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. നിർത്തടാ. എന്റെ സുധിയേട്ടന്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നീ എനിക്ക് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് പോ നോക്ക്. അയ്യോ, ദേവിക എന്നെ വീണ്ടും തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് സുധിസാറിന്റെ ചികിത്സയ്ക്ക് വേണ്ട എന്താവശ്യമെന്ന്. സുധിസാറിനെ നമുക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ കൂടെ നിൽക്കാം. എന്നെ വിശ്വസിക്കുക. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ദേവി ഇത് കാറി കയറ് പ്ലീസ്. ഇല്ലെങ്കിൽ എനിക്ക് നാണക്കേടാ. പ്ലീസ് ബാ കയറ്. ഓട്ടോ. ഇപ്പോ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി സർ. തൽക്കാലത്തേക്ക് ഈ തെറ്റുകൾ ഞാൻ ക്ഷമിക്കുന്നു. ഇനിമേലും ഇതുപോലൊരു പരാതിയുമായി എന്റെ മുന്നിൽ വരാൻ ഇടവരരുത്. ഇല്ല സർ. ഈ വാതിലിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ സംഭവിച്ചതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കണം. ശരി സർ. അല്ലെങ്കിലും ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറുന്ന സ്വഭാവം എനിക്കില്ലല്ലോ സർ. അത് എന്നേക്കാൾ കൂടുതൽ സാറിനറിയില്ലേ? ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ നിന്നോടൊപ്പം നിൽക്കുന്നത്. ഇനി പോയിക്കോളൂ. താങ്ക് യു സർ. എന്നെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും രണ്ടുപേരും കൂടി ഒരുമിച്ച് ചേർന്നല്ലോ. ഗുഡ്.
പക്ഷെ ഇത്തവണയും നിങ്ങൾ നിരാശപ്പെട്ടേ പറ്റൂ.